ഭയങ്കര വെയിറ്റ് ഉണ്ട്. ലീറ്റാ കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ. നിക്ക് ഡാഡിനെ കാണിച്ചു കൊടുത്തിട്ട് വെക്കട്ടെ. ഇങ്ങോട്ട് വരാൻ. ഡാഡി വന്നേ. ഇങ്ങോട്ട് നോക്കിയേ. ഇതിനകത്ത് എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. തലയിൽ തേക്കാനുള്ളത്. അവലോസ് പൊടി. എന്തോ ലീറ്റോ ഒരു സന്തോഷം ഇല്ലാത്തത്. ഇതിനകത്ത് അരിയുണ്ടുണ്ട്. ലീറ്റോന് ഇഷ്ടമുള്ളതാ. എന്താണ് കുറെ വർഷത്തേക്ക് ഞാൻ എപ്പോഴും കഴിക്കണ്ടേ. ഇത് അച്ചാറാണേ. ഇതെടുത്ത് വെക്കണ്ടേ? ഇതൊക്കെ ഈ കവറിൽ അവിടെ ചെന്നിട്ട് ഷെൽഫിലോട്ട് എല്ലാം എടുത്ത് വെക്കണേ. പിന്നെ ഇതിനകത്ത് എല്ലാ ഡ്രസ്സും ഉണ്ട്. പിന്നെ 2 മാസം കഴിയാ നിക്കണ്ടേ ഇവിടെ. ചിലപ്പോ എന്നെ ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞേക്കുമ്പോഴാണല്ലോ ഉള്ള ആഹാര സാധനങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്തും ഇവിടെ കെട്ടിച്ചു വിടുകയല്ലോ, ജോലിക്ക് പോവല്ലേ. എന്താ ജോലി? അതൊന്നും എനിക്ക് തോന്നല്ല ആ ജോലി ശരിയാവുന്നു. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ പോയി ഞാൻ ഒരാഴ്ച നിന്ന് നോക്കും. എന്റെ രീതി എന്റെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തമായിട്ട് വരണമെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഒരാഴ്ച നിൽക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അങ്ങോട്ട് പോണെങ്കിൽ ക്ലീറ്റ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വാതിൽ തുറന്നു തരില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിന്ന് മര്യാദ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം കഷ്ടപ്പെട്ട് എന്ത്. അപ്പൊ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ? ഗൾഫിൽ ജോലി ചെയ്യണ എന്താ കുഴപ്പമെന്നറിയാം? എന്താ കുഴപ്പം? പോയി അവിടെ നിന്ന് കുറെ വർഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ്. ഭാര്യയും വേണ്ട, കൊച്ചുങ്ങളെ വേണ്ട. എനിക്ക് എന്റെ കൊച്ചിനെ അങ്ങനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റൂല. അവളെ വിഷമം ആര് കാണും? എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷാ. പിന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് പോവാൻ, ചായ കുടിക്കാം. ഇത് ക്ലീറ്റോന്റെ വർത്താനം കേട്ടാത്തത് ഇനി നമ്മൾ ലോകത്തിൽ കാണാൻ പോണില്ല എന്നുള്ള വർത്താന. മുഖം തെളിയാത്തോണ്ടോ? എന്റെ മുഖം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നാ പറ്റൂല. സന്തോഷമായിട്ട് പോയി. സന്തോഷം നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ എന്നെ ഇവിടെ വേണ്ട വേണ്ട നമ്മുടെ നല്ലതിന് വേണ്ടിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്റെ പൊന്നെ, ഞാനായിട്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കണമെന്നൊന്നും വേണ്ട. യാത്രയൊക്കെ മിക്കവാറും പോക്ക് നടക്കും തോന്നുന്നില്ല. എങ്ങോട്ട് പോണം? എല്ലാം കൂടെ പറക്കി കെട്ടി എങ്ങോട്ട് പോണം? ഒരു ജോലിക്ക് പോണത്. ആ ജോലിക്കൊക്കെ പോവാം. ഇത്രയും പേരെ പൈസകൾ തന്നിട്ട് അവൻ പോയാ മതി. അവൻ പൈസ തരാതെ അവനെ വിടത്തില്ല നമ്മള്. പൈസ മാറ്റേക്കാണ് ചേച്ചി. എല്ലാം കൂടെ വാരിക്കെട്ടി അങ്ങ് പോവാന്ന് വിചാരിച്ചാ നമ്മളെല്ലാം പറ്റിച്ചിട്ട്. പൈസ തരും. എന്നാ ഇനി പൈസ തരണം? നമുക്ക് ഇത് എല്ലാവർക്കും പൈസ തരാനുള്ളതാണ് ഇദ്ദേഹം. ഇവനാണെങ്കിൽ ഇന്ന് മുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ മഷി കിട്ടാ പോലും കാണത്തില്ല. പിന്നെ അവൻ പൈസ തരാതെ എവിടെ പോണം? ഇവനെന്നും വിടത്തില്ല. എവിടെ നിക്കട്ട്? എന്തായാലും പോയി അറിയിക്കാൻ പറ്റിയ എല്ലാരെയും അറിയിച്ചല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. മൂന്നാറിലെ തേയില കമ്പനിയിലാണ്. അപ്പോൾ ഞാൻ ആ ജോലി ചേർന്ന് കഴിഞ്ഞാൽ മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാവരുടെയും കടം തീർക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയിട്ട് വരട്ടെ? പോയിട്ട് വരാം. നിനക്ക് എന്നെ ഉടനെ അങ്ങോട്ട് വിടാം. നീ ഉടായിപ്പ് നിന്റെ കയ്യിൽ വെച്ചിടാ. നീ പൈസ എടുത്തുണ്ടോ ആദ്യം? ഇവനെ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. പൈസ തരാതെ നിങ്ങളെ പൈസ തരാതെ നിന്നെ എങ്ങും വിടില്ല. വിടൂല. വിടൂല. തീരുമാനം തന്നെയാണ്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. മാറ്റമൊന്നുമില്ലല്ലോ? മാറ്റമില്ല. പൈസ എടുത്തുണ്ടോ? സമാധാനമായി. സന്തോഷമായല്ലോ. ഞാൻ ഈ ജോലി ഉണ്ടല്ലോ രാജി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനി എങ്ങോട്ട് പോകണില്ല, ഇവിടെ തന്നെ കാണും കേട്ടോ. പൈസ എടുത്തോണ്ട് വരാൻ പറയാം. ചുമ്മാ പൈസയും എടുക്കാൻ പോയേക്ക് അവിടെ നിക്കേ. അതെ, എല്ലാവരുടെ പൈസയും ഞാൻ തരും. ഇച്ചിരി പൈസ എനിക്ക് വരാനുണ്ട് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പൈസയും ആണ്. അതിനി എവിടെ നിന്നാണ് പറഞ്ഞത് നിനക്ക് പൈസ? ഞാൻ പറയാക്കൂല. വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നിരിക്കും കേട്ടോ. Alien versus Alien.